ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മത്തങ്ങ ഉണ്ടാക്കിയാലോ. അതിനായി മത്തങ്ങയെ ഞാൻ നന്നായി മുറിച്ചെടുത്തിട്ട് വരാം. മത്തങ്ങ മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെള്ളപ്പയർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മത്തങ്ങയുടെ പകുതി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് എന്നിട്ട് വേവിക്കാൻ വെക്കാം. മത്തങ്ങ വേവുന്ന സമയം അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനാവശ്യമായ പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മത്തങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് മത്തങ്ങ നന്നായി വെന്ത് ഉടയണതാണ് ഇഷ്ടം. മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് താളിക്കാനായി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. കറിവേപ്പില, ചെറിയുള്ളി നന്നായി മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളി നല്ല ഗോൾഡൻ കളർ നിറമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേവിച്ച് വെച്ച മത്തങ്ങയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സ്വാദിഷ്ടമായ മത്തങ്ങ എലിശ്ശേരി റെഡിയായി.